والسلام على وعلى آله وصحبه أجمعين أما بعد 14th ചാപ്റ്ററിൽ എത്തിയത്. അതെ, അത് മുഴുവനായില്ല, തുടങ്ങി വെച്ചു. 14th ചാപ്റ്ററിൽ 82 വരെ 82 പേജ് നമ്പർ വരെ എത്തിയില്ലേ? അവിടെ എന്തൊക്കെ പറഞ്ഞത് 82 വരെ? ഈ ചാപ്റ്ററിൽ 82 കോൺവെർസേഷൻ ആണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തേനു? അതായത് അൻത, നീ ഒരു പുല്ലിംഗ ഏകവചനാണ്. അതിന്റെ ബഹുവചനം എന്താണ്? അതായത് പുല്ലിംഗ ബഹുവചനം അൻത എന്നതിന്റെ അൻതും. അതേപോലെ അതൊരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് വരുമ്പോ അൻത എന്നുള്ളത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോ എന്താവും? അൻത എന്നുള്ളത് എന്താവും? ഇപ്പൊ നിന്റെ വീട് എന്നുള്ളത് എങ്ങനെ പറയാ ഒരു പെണ്ണിനോട്? നിന്റെ കും അല്ല, നിങ്ങളുടെ വീട് എന്നുള്ളത് എങ്ങനെ പറയാ? അതന്നെ ശരിയാണ്. ബൈത്തുക്കും. അതേപോലെ അന, ഞാൻ അന എന്നുള്ളത് ബോത്ത് ഫെമിനിൻ ആൻഡ് മസ്കുലിന് യൂസ് ചെയ്യാം. അപ്പൊ അന എന്നുള്ളതിന്റെ ബഹുവചനം എന്താ? ഞങ്ങൾ എന്നുള്ളതിന്റെ ബഹുവചനം എന്താ? നഹ്നു. പിന്നെ എന്റെ വീട് എന്നുള്ളതിന് എന്താ പറയാ? എന്റെ വീട്. നിങ്ങളുടെ വീട് എന്നുള്ള എങ്ങനെ പറയാ? നിങ്ങളുടെ വീട് ഒരു ആണിനോട് ബൈത്തുക്കും. ബൈത്തുക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വീട് എന്നുള്ളത് എങ്ങനെ പറയാം? ഞങ്ങളുടെ വീട് ബൈത്തുന. പിന്നെന്താ പഠിച്ചത്? ദഹത്ത എന്നുള്ളത് എന്താ പഠിച്ചത്? ഒരു ആണിനോട് പറയുന്നത് ദഹത്ത, നീ പോയി എന്നുള്ളത് ഒരു പുല്ലിംഗ ഏകവചനാണ്. എന്ത്? ദഹത്ത എന്നുള്ളത്. അതായത് നമ്മൾ സെക്കൻഡ് പേഴ്സണിനോട് പറയുന്നതാണ് എന്ത്? ദഹത്ത. അപ്പൊ നിങ്ങൾ പോയി എന്നുള്ളത് നിങ്ങൾ പറയാം? നിങ്ങൾ പോയി. ദഹത്തും. നിങ്ങൾ എന്നാണ്, ഞങ്ങളല്ല. നിങ്ങൾ പോയി. ദഹത്തും. അതെന്താണ്? അതൊരു മസ്കുലിൻ പുല്ലിംഗ ബഹുവചനാണ്. എന്ത്? ദഹത്തു എന്നുള്ളത്. പിന്നെ ദഹത്തു പറഞ്ഞാല് ഞാൻ പോയി. അത് ബോത്ത് മസ്കുലിൻ ആണ് ഫെമിനിന് യൂസ് ചെയ്യാ. ഞങ്ങൾ പോയി എന്നുള്ളത് എങ്ങനെ പറയാ? ഞങ്ങൾ പോയി. റഹബിന നീട്ടി പറയണം. ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ പോയെന്നുള്ളതിന് റഹബിന നൂന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നീട്ടണം. റഹബിന. അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളത് എങ്ങനെ പറയാം? അവർ കുറെ പെണ്ണുങ്ങൾ പോയി. സ്ത്രീലിംഗ ബഹുവചനം. അവർ കുറെ പെണ്ണുങ്ങൾ. അത് റഹബിന. നൂന് കഴിഞ്ഞ് നീട്ടാനില്ല. അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് നൂന് നീട്ടാനില്ല. ഷോർട്ടാണ്. നൂന് മാത്രമേ ഉള്ളൂ. റഹബിന. പക്ഷെ ഞങ്ങൾ പോകുന്നുള്ളതിന് എന്ത് വേണം? ദഹബിന നീട്ടണം. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അല്ല, എനിക്ക് നിങ്ങൾ പറയണൊന്നും ക്ലിയർ ആവണില്ല. അത് ഞാൻ ചോദിച്ചത്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്തത് ഇതെന്താണ്? നമ്മൾ ഈ പേജ് ഫുള്ള് വായിച്ച് ലാസ്റ്റ് എന്താ ചോദിക്കുന്നത്? അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി. അൻതും നിങ്ങൾ ആണോ? ഫിൽ മദ്രസത്തി സാനവിയ സെക്കൻഡറി സ്കൂളിലാണോ? അപ്പൊ എന്താ പറഞ്ഞത്? അഹദുഹും അവരിൽ ഒരാൾ എന്താ പറഞ്ഞ? മറുപടി പറഞ്ഞു ലാ, നോ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കണം. സാധാരണ നെഗറ്റീവ് ആക്കൽ എന്തുകൊണ്ടാണ് ലാ എന്നത് കൊണ്ടാണ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഇങ്ങനെ ലാ നാം എന്നൊക്കെ എഴുതുന്നതിൽ ആ ലാ എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് വേണം. അതിനാണ് ഇവിടെ കോമ കൊടുക്കുന്നത്. ഒരു ബ്രേക്ക് സെന്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ ആക്കി കഴിഞ്ഞാൽ ആ നാം ആണെങ്കിലും ലാ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് വേണം. അതിനാണ് ഇവിടെ കോമ കൊടുത്തത്. അപ്പൊ ഞാൻ ആരും അങ്ങനെ കോമ ഇടുന്ന കാണുന്നില്ല. അപ്പൊ ഇനി മുതൽ ഹോംവർക്ക് ചെയ്തുമ്പോൾ അങ്ങനെ ചെയ്യണം. ലായോ നാമോ എഴുതുമ്പോ അവിടെ ഒരു ബ്രേക്ക് വേണം. അപ്പൊ ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാ, ബാക്കി സെന്റൻസ് ചെയ്താ. ലാ അനോ നഹ്നു ബിൽ ജാമിയ, നമ്മൾ എവിടെയാണ്, ഞങ്ങൾ ബിൽ ജാമിയ യൂണിവേഴ്സിറ്റിയിലാണ്. അന ഫി കുല്ലിയത്തിൽ ഹന്തസ. ഹന്തസ പറഞ്ഞാൽ എന്താണ്? ഹന്തസ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ് പറയാ, ഫാക്കൽറ്റി ഓഫ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ കുറെ കോളേജസ് ഉണ്ടാവില്ലേ? ഒരു വലിയ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലൊക്കെ കുറെ കോളേജസ് ഉണ്ടാവും. അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലുള്ള കോളേജസ് ആണെങ്കിൽ എന്ത് പറയണം? ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്. ഇനി കോളേജ് കോളേജ് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ പുറത്തുണ്ടാവില്ല, വേറെ വേറെ കോളേജസ് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലല്ലാതെ പുറത്തുണ്ടാവില്ല കോളേജസ്. അങ്ങനെ വരുമ്പോ കുല്യത്തിന് എന്ത് പറയണം? കോളേജ് എന്ന് പറയണം. കുല്യത്തിന് ഫാക്കൽറ്റി എന്ന് പറയേണ്ടത് എപ്പോഴാണ്? ഒരു യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലുള്ള കോളേജ് ആണെങ്കിലാണ് എന്താ പറയാ, ഒരു യൂണിവേഴ്സിറ്റിന്റെ ആ ഉള്ള കോളേജിനാണ് എന്ത് പറയാ, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്. ഇനി അതിന്റെ പുറത്തുള്ളതാണെങ്കിലോ, അതായത് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലല്ല പുറത്താണ് കോളേജ്, അങ്ങനെ പറയുമ്പോ കുല്യത്തിന് എന്താ പറയാ, കുല്യത്തിന് കോളേജ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, നഹ്നു ബിൽ ജാമിയ എന്നാ പറയുന്നത്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഫാക്കൽറ്റി. അന ഫിൽ കുല്ലിയത്തിൽ ഹന്തസ, ഞാൻ എന്താണ്, ഐ എം ഇൻ ദി ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇപ്പൊ മഹമ്മൂദ്, ഇവര് കുറെ ആൾക്കാരില്ലേ, അതിലൊരാൾ എന്താണ്, ഒരാള് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. മഹ്മൂദോ ഫി കുല്ലിയത്തി തിബ്, മഹ്മൂദ് എവിടെയാണ്, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. തിബ് പറഞ്ഞാൽ എന്താ, മെഡിസിൻ. മെഡിക്കൽ കോളേജ്. അത് കോളേജ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ്, ഇവിടെ ഫാക്കൽറ്റി ആണ്. അപ്പൊ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. ഇനി കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജ്. ഇബ്രാഹിമു ഫി കുല്ലിയത്തി ശരീഅത്തി, ഇബ്രാഹിം ഫി കുല്ലിയത്തി ശരീഅത്തി, ലോ കോളേജ്, ഫാക്കൽറ്റി ഓഫ് ലോ, അവിടെയാണ് ആര്, ഇബ്രാഹിം. യൂസുഫ് എവിടെയാണ്, ഫി കുല്ലിയത്തി തിജാറത്തി, യൂസുഫ് എവിടെയാണ്, കുല്ലിയത്തി തിജാറത്തി പറഞ്ഞാൽ എന്താണ്, എന്തിനു പറയുന്നതാ, മാനേജ്മെന്റ്. ബിസിനസ് കോളേജിലാണ്. അതായത് ഫാക്കൽറ്റി ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് സ്റ്റഡീസ് ആണ് ആ കോളേജിലാണ് ആര്, കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ബിസിനസ്, അതായത് BBA. അവിടെയാണ് ഇത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ മഹ്മൂദിന് എന്തുണ്ട്, 2 ലൊമ്മുണ്ട്, തെൻവീനാണ്. പക്ഷെ ഇബ്രാഹിമിനും യൂസുഫിനും ഒന്നും എന്തില്ല, തെൻവീനില്ല. കാരണം എന്താണ്, അത് പഠിപ്പിച്ചു തന്നോ? ഇതൊരു പുല്ലിംഗ മെയിൽ പ്രോപ്പർ നൗൺ ആണ്, അത് പുല്ലിംഗ നാമാണ്. അപ്പൊ നമ്മൾ തെൻവീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇതിനാണ്, സ്ത്രീലിംഗ പ്രോപ്പർ നൗണിനാണ് തെൻവീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇതെന്താണ്, ഒരു പുല്ലിംഗ നൗണാണ്, പുല്ലിംഗ നൗണ്. അപ്പൊ ഇവിടെ തെൻവീൻ ഇല്ല. കാരണം എന്താണ്, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് നാമങ്ങളുണ്ട്, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. അപ്പം ഹാമിദ് പറയാനുണ്ട്, മൻ ദാലിക്കൽ ഫതല്ലദീ ഫീ സയ്യാറത്തിക്കും, മൻ ദാലിക ആരാണ് അവൻ, അൽ ഫത ആ യുവാവ് ആരാണ്, അല്ലദീ ഫീ സയ്യാറത്തിക്കും നിങ്ങളുടെ കാറിലുള്ളവനായ ആ യുവാവ് ആരാണ്. അപ്പൊ അതാരാണ്, മഹ്മൂദ് പറയാണ്, ഹുവ ജമീലി, അവൻ ആരാണ്, ജമീലി പറഞ്ഞാൽ എന്താണ്, ജമീലി എന്ത്, ഫ്രണ്ട് അല്ല, ഫ്രണ്ട് എന്ന് അർത്ഥം പറയും. പക്ഷെ ഇവിടെ എന്താണ് അർത്ഥം പറയും, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഫ്രണ്ട് എന്ന് അർത്ഥം വരും, ക്ലാസ്മേറ്റ്, കൊളീഗ്, ക്ലാസ്മേറ്റ് ഒക്കെ പറയും.
രണ്ടും അർത്ഥമുണ്ട്, പക്ഷെ കൊളീക്കും കാസ്മീനും അർത്ഥം. ഇവിടെ കൊളീക്കാണ് അർത്ഥം. ഹാമിദ് പറയാണ് മിൻ ഐന ഹുവ. മിൻ ഐന എവിടെ നിന്നാണ്, ഹുവ അവൻ എവിടെ നിന്നാണ്. അപ്പൊ മഹ്മൂദ് പറയാണ് ഹുവ മിൻ ഇംഗ്ലന്തറ. അവൻ എവിടെ നിന്നാണ്. ഇംഗ്ലന്തറ പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലണ്ട്. അവൻ എവിടെ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഹാമിദ് പറയാണ് മസ്മുഹു, അവന്റെ പേരെന്താണ്, വാട്ട് ഈസ് ഹിസ് നെയിം. അപ്പൊ മഹ്മൂദ് പറയാണ് എന്ത്, ഇസ്മുഹു വില്യമോ, അവന്റെ പേരെന്താണ്, ഹിസ് നെയിം ഈസ് വില്യം. വില്യമോ പറഞ്ഞാൽ വില്യം. അപ്പൊ ഈ നാമത്തിന് എന്തില്ല, തെൻവീന് ഇല്ല. ഇതൊരു പുല്ലിംഗ നാമാണ്, പക്ഷെ എന്തില്ല, തെൻവീന് ഇല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ഈ നാമങ്ങളൊക്കെ ഇവിടെ ഒന്ന് തെൻവീനിട്ട് വായിക്കരുത്. അതിനാൽ ആക്ടിവിറ്റി പറയുമ്പോ പറഞ്ഞുതരാം. ഹാമിദ് പറയാണ് ആ മുസ്ലിമുൻ ഹുവ, അവൻ അപ്പൊ ഇവിടെ എന്താണ്, വില്യം എന്നാ പറഞ്ഞത്. അപ്പൊ ഹാമിദ് ചോദിച്ചെന്ത്, ആ മുസ്ലിമുൻ ഹുവ, അവൻ എന്താണ്, മുസ്ലിം ആണോ. അത് ഒരു ഇതായിട്ട് ചോദിക്കുക, ഒരു കാസ്റ്റിലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ മുസ്ലിമുൻ ഹുവ, അവന്റെ പേര് കേട്ടപ്പോ അവന് മുസ്ലിം ആണോ. അപ്പൊ മഹ്മൂദ പറയാണ് ലാ, നോ അല്ല, ഹുവ നസ്രാണിയുൻ, അവൻ എന്താണ്, ക്രിസ്ത്യൻ ആണ്. അപ്പൊ നസ്രാണിയും പറഞ്ഞ ക്രിസ്ത്യൻ, അതിന്റെ ബഹുവചനം എന്താണ്, നസ്വാറ. നസ്രാണിയൻ പറഞ്ഞാല് ക്രിസ്ത്യൻ, അതിന്റെ ബഹുവചനം ആണ് എന്ത്, നസ്വാറ. അബൂഹു, അവന്റെ ഉപ്പ, ഉസ്താദി, എന്റെ ഉസ്താദാണ്, എന്റെ ടീച്ചറാണ്. ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ദുക്തൂർ എഡ്വേർഡു. ഇതെന്താണ്, എഡ്വേർഡ്. അദ്ദേഹത്തിന്റെ പേരെന്താ, ദുക്തൂർ എഡ്വേർഡ്, ഡോക്ടർ എഡ്വേർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എഡ്വേർഡ് എന്നുള്ളതിന് എന്തില്ല, തെൻവീനില്ല. ശ്രദ്ധിക്കണേ, തെൻവീനില്ല. അപ്പൊ എന്നിട്ട് മഹ്മൂദ് തന്നെ പറയാം ഹദാഹും അല്ലാഹു, അള്ളാഹു എന്ത് ചെയ്യട്ടെ, അവർ രണ്ടുപേരെ, ഹുമ എന്ന് പറഞ്ഞാൽ എന്താ, ഹദാഹുമ, അവർ രണ്ടുപേരെയും, അള്ളാഹു അവർ രണ്ടുപേരെയും എന്താക്കട്ടെ, സന്മാർഗത്തിലാക്കട്ടെ, നേർവഴിയിൽ. അപ്പൊ ഇവിടെ എന്താണ്, അവിടെ ഒരു അമ്രല്ല. പക്ഷെ നമ്മള് ഇതല്ലാതെ നോക്കുമ്പോ ഇതെന്താണ്, ഒരു അമ്രാണ്. അർത്ഥം എന്താ പറയാ, സഹായിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, നമ്മളെ ക്രിയ ആയിട്ട് പറയുമ്പോ അങ്ങനെ അർത്ഥം വരൂല. പക്ഷെ നേരത്തെ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഷഫാഹ അള്ളാഹു അവൻ എന്ത് ചെയ്യട്ടെ, ശമനം നൽകട്ടെ എന്നാണ്. അതുപോലത്തെ ഒരു പ്രയോഗമാണ് എന്ത്, ഇവിടെ ക്രിയ അല്ല പഠിപ്പിക്കുന്നത്, ഇവിടെ ഈ പ്രയോഗമാണ് പഠിപ്പിക്കുന്നത്. ഷഫാഹ അള്ളാഹുവിന് ശമനം നൽകട്ടെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രയോഗമാണ് എന്ത്, ഹദാഹും അള്ളാഹു അവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യട്ടെ, അവർ രണ്ടുപേരെയും എന്ത് ചെയ്യാവട്ടെ, സന്മാർഗത്തിലാക്കട്ടെ, ഹിദായത്തിലാക്കട്ടെ എന്നാണ്. അതൊരു പ്രയോഗമാണ്, ക്രിയ ആയിട്ടല്ല ഇവിടെ പഠിക്കേണ്ടത്. എന്തിലേക്ക് സന്മാർഗത്തിലാക്കട്ടെ, ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക്. അപ്പൊ ഹാമിദ് പറയാം അദഹത്തും, നിങ്ങൾ പോയോ. അദഹത്തും പറഞ്ഞാൽ എന്താ, പോയോ. ദഹബ എന്നുള്ളതിന്റെ ജമ്മാണ് ദഹത്തും, പുല്ലിംഗ ബഹുവചനമാണ്. അപ്പൊ എന്താണ്, അത് ക്വസ്റ്റ്യൻ ആയിട്ടാ ചോദിക്കുന്നത്. അദഹത്തും, നിങ്ങൾ പോയോ. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. ലി സിയാറത്തി അമ്മിക്കും, ലി സിയാറത്ത് പറഞ്ഞിട്ട് വിസിറ്റ്, സന്ദർശിക്കാൻ വേണ്ടി. സിയാറത്ത് പറഞ്ഞ സന്ദർശിക്കാം. ലി സിയാറത്തി പറഞ്ഞ ഇവിടെ ലി വന്നത് കൊണ്ട് സന്ദർശിക്കുവാൻ വേണ്ടി. അമ്മിക്കും, നിങ്ങളുടെ, അമ്മിക്ക് പറഞ്ഞ പിതാവിന്റെ സഹോദരൻ, നിങ്ങളുടെ പിതാവിന്റെ സഹോദരനെ സന്ദർശിക്കാൻ നിങ്ങൾ എന്ന്. അൽ യൗമ പറഞ്ഞാൽ എന്താണ്, അൽ യൗമ, ഇന്ന്. അൽ യൗമക്ക് മീമിന് സുക്കൂനാണ്, ടുഡേ. അൽ യൗമിന് മീമിന് ലൊമ്മാണെങ്കിലോ, അന്നേ ദിവസം, അതായത് ദ ഡേ, ഏതെങ്കിലും ഒരു ദിവസം. ഇവിടെ ഇന്നത്തെ ദിവസമാണ് പറയുക, ടുഡേ. അൽ യൗമ എന്ന് പറയുകയാണെങ്കിൽ ദ ഡേ, ഏതെങ്കിലും ഒരു ദിവസം. അപ്പൊ എന്താ പറഞ്ഞ, നാം, അതെ, ദഹബിന, ഞങ്ങൾ പോയി. ഇവിടെ കണ്ടില്ല, ദഹബിന, ഞങ്ങൾ പോയി എന്നുള്ളതിന് എന്ത് വേണം, നൂന് കഴിഞ്ഞിട്ട് എന്ത് വേണം, നീട്ടണം. ദഹബിന, നീട്ടണം. അപ്പൊ ഞങ്ങളുടെ വീട് എന്നുള്ളതിന് അങ്ങനെ പറയാം, ഞങ്ങളുടെ വീട് അല്ല, അവർ കുറെ പെണ്ണുങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ, അവർ കുറെ പെണ്ണുങ്ങൾ പോയി. ദഹബിന, അവിടെ ന്യൂനായിട്ട് എന്താ പറ്റൂല, നീട്ടാൻ പറ്റൂല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു രണ്ട് കാര്യം കൂടി പറയണം, അത് ആക്ടിവിറ്റി പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് എപ്പോഴും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. തൻവീന്റെ കാര്യം പറഞ്ഞില്ല.
അത് ഞാൻ ആക്ടിവിറ്റി എടുക്കുമ്പോ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. ഇന്ന് എക്സസൈസിലേക്ക് കിടക്കല്ലേ? യൗമന്റെ വ്യത്യാസം യൗമ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടുഡേ, ഇന്ന്. അത് നിങ്ങളെ ബുക്കില് പേജ് നമ്പർ ഫസ്റ്റില് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും പേജ് നമ്പർ ഓർമ്മയുണ്ടോ? അൽ യൗമ എന്ന് പറയുന്നത് ടുഡേ, ഇന്നത്തെ ദിവസം. അതായത് യൗമക്ക് ഫത്ത്, മീമിന് ഫത്ത് ആണെങ്കിൽ എന്താണ്? ഇന്നത്തെ ദിവസം. അൽ യൗമ. അവിടെ സോറി ലൊമ്മ ആണെങ്കിൽ അതെന്താണ്? ഇന്നത്തെ ദിവസമല്ല, ഒരു ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡേ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 50 നോക്കി. 50. ഇതവിടെ കണ്ടില്ലേ? അൽ യൗമു, അൽ യൗമ. കണ്ടില്ലേ? അൽ യൗമു പറഞ്ഞാൽ ഇവിടെ ഈ അൽ യൗമു എന്ന് പറഞ്ഞിട്ടാണ് ദ ഡേ. അത് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം അൽ യൗമു പറയുമ്പോ മീമിനെ ലൊമ്മിട്ട് പറയുമ്പോ. പക്ഷെ അൽ യൗമ പറയുമ്പോ ടുഡേ, ഇന്നത്തെ ദിവസത്തിന് പറയുന്നതാ. ഇന്നത്തെ ദിവസം. ലൊമ്മിട്ട് പറയുമ്പോ ദ ഡേ, ഏതെങ്കിലും ദിവസം ആവാം. അൽ യൗമക്ക് ഫത്തഹ് ഇട്ട് പറയുമ്പോ ടുഡേ. ക്ലിയർ ആയില്ലേ? ഓക്കെ. എക്സസൈസിലേക്ക് കടക്കല്ലേ? അജീബ് അനിൽ അസ്ലത്തിൽ ആട്ടിയ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാ? ആൻസർ ചെയ്യുക, ഉത്തരം എഴുതാ. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? മൻ അൻതും. മൻ അൻതും പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യന്? മൻ അൻതും, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? അപ്പൊ ആൻസർ എന്താ പറയാ? മൻ അൻതും, നിങ്ങൾ ആരാണ്? അപ്പൊ അതിന് ആൻസർ എന്ത് പറയും? ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ? ഇവിടെ മൻ ഇവിടെ മൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ എന്താ ആലോചിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മൻ അൻതും, നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എന്ന് പറയുമ്പോ ബഹുവചനാണ്. നിങ്ങൾ ആരാണ്? അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറയുമ്പോൾ എന്ത് ചെയ്യണോ? അങ്ങനെ തന്നെ പറയണം. അപ്പൊ നിങ്ങൾ ആരാ ചോദിക്കുമ്പോ നമ്മൾ ആൻസർ പറയുമ്പോ എന്ത് പറയണം? ഞങ്ങൾ എന്ന് പറയണം. അപ്പൊ ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ? നഹ്നു. അപ്പൊ ഞങ്ങൾ എന്താണ്? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത്? നമ്മളെന്താണ്? വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹ്നു തുല്ലാബുൻ. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. നഹ്നു മുസ്ലിമൂന. പിന്നെന്താണ്? ഞങ്ങൾ എന്താണ്? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ആക്കിയിട്ട് എഴുതാം. ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങൾ നഹ്നു മുഹന്ദിസൂന. മുഹന്ദിസൂന. അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്. നഹ്നു മുദരിസൂന. അത് നിങ്ങൾക്ക്
തിബാവ് ഞങ്ങൾ ഡോക്ടേഴ്സ് ആണ്, അതൊക്കെ എഴുതാം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താന്ന് നല്ലോണം നോക്കാം, അതിനനുസരിച്ചിട്ട് എന്ത് ആൻസർ എഴുതാം. 2 അയിന ബൈത്തുക്കും, വീട് എവിടെ? നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെ. അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോ നമ്മൾ മലയാളത്തിൽ നിങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോ എന്താ പറയാ ആൻസർ? ഞങ്ങളുടെ ഇവിടെ ഞാൻ അതാ പറഞ്ഞത്, എന്താണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് എന്നുള്ളതിന് അറബിയിൽ എന്താ? ബൈത്തുന 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 ഞങ്ങളുടെ ഇവിടെ ചെറുതില്ല ബൈത്തിന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു. ബൈത്തി എന്നുള്ളത് എപ്പോഴാ പറയാ? അതിനെ ബൈത്തുക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാ? ബൈത്തിന്ന് പറയാം. നിന്റെ വീട് ബൈത്തുക്ക പറഞ്ഞ എന്താ? നിന്റെ വീട് എവിടെയാണ്? അപ്പൊ നമുക്ക് എന്ത് പറയാ? ബൈത്തി എന്റെ വീട്. പക്ഷെ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ബഹുവചനാണ്. ബൈത്തുക്കും എന്നാ ചോദിച്ചത്. അതിന് നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ നമ്മൾ ആൻസർ പറയുമ്പോ എന്തിനാ? നമ്മുടെ വീട് എവിടെയാണ്? ബൈത്തുന. ഞങ്ങളുടെ വീട് എവിടെയാണ്? പറഞ്ഞോളി ആൻസർ. ബൈത്തുന കേരള, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്. ബൈത്തുന ഫി മലാപ്പുറം. കോഴിക്കോടാണെങ്കിൽ കാലിക്കൂത്ത്. ബൈത്തുന ഫി കാലിക്കൂത്ത്. പിന്നെ വേറെ ആരെന്തി പറഞ്ഞിരുന്നോ? എറണാകുളം. എറണാകുളം. ബൈത്തുന ഫി എറണാകുളം. ബൈത്തുക്കും ബൈത്തുന അല്ലെ? ബൈത്തുന. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെ ബൈത്തുന കരീബുൻ മിനൽ മസ്ജിദി, ബൈത്തുന അമാമൽ, അങ്ങനൊക്കെ എഴുതി നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് എഴുതാം. 3 മൻ റബ്ബുക്കും. മൻ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ രക്ഷിതാവ് ആരാണ്? അപ്പൊ ആൻസർ എന്താ പറയേണ്ടത്? റബ്ബുനല്ലാഹു. അള്ളാഹു ആണ് എന്ത്? നമ്മുടെ റബ്ബ് ആരാണ്? റബ്ബുന, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ്. അടുത്തത് മാലുഅത്തുക്കും. ലുഅത്തുക്കും പറഞ്ഞ അൽ അറബിയ, അൽ അറബി എന്നല്ല പറയണ്ടേ, അൽ അറബിയത്തു. പറഞ്ഞാൽ എന്താണ്? ലുഅത്തുക്കും നിങ്ങളുടെ ഭാഷ. നിങ്ങളുടെ ഭാഷ എന്താണ്? ലുഅത്തുന ഞങ്ങളുടെ ഭാഷ എന്താണ്? അൽ അറബിയ. അൽ അറബിയ ഞങ്ങളുടെ ഭാഷ എന്താ? അറബിക്കാണ്. ഇനി വേറെ ഏത് ഭാഷ അറിയാം നിങ്ങൾക്ക്? അൽ ഇൻജിലീസിയ. അൽ ഇംഗ്ലീസിയ. ലുഅത്തുന അൽ ഇംഗ്ലീസിയ. അൽ മലയാളമിയ. അൽ ഹിന്ദിയ. പിന്നെ അൽ ഉറുദു ആണെങ്കിൽ അൽ ഉറുദിയ. ലുഅത്തുന അൽ ഉറുദിയ അതൊക്കെ പറയാം. 5 അയിന മദ്രസത്തുക്കും. നിങ്ങളുടെ അൽ ഫറൻസിയ ഒക്കെ പറയാം. അയിന മദ്രസത്തുക്കും. നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? അപ്പൊ എന്താ പറയാ? മദ്രസത്തുന. മദ്രസത്തുന മദ്രസത്തുന എവിടാണ്? അടുത്താണ്. ഫി കാലിക്കറ്റ് അല്ലേ പറഞ്ഞ? ഫി കാലിക്കൂത്ത്. അല്ലെങ്കിൽ മദ്രസത്തുന കരീബത്തും മിനൽ മസ്ജിദി, അതായത് പള്ളിയുടെ അടുത്താണ് എന്ത്? മദ്രസ. അല്ലെങ്കിൽ ബൈത്തുന അമാമ മക്തബിൽ ബരീദ്, പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലാണ് എന്ത്? ഞങ്ങളുടെ മദ്രസ. അങ്ങനൊക്കെ പറയാം. ഇനി അടുത്തത് 6 അൻതും മുസ്ലിമൂൻ. അൻതും മുസ്ലിമൂൻ. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. എന്താണ് അർത്ഥം? എന്താണ്? നിങ്ങൾ മുസ്ലിമൂന. നഹ്നു മുസ്ലിമൂന. ഇനി നമ്മള് മുസ്ലിങ്ങൾ അല്ലെങ്കിലോ? നഹ്നു അല്ല. നഹ്നു എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ മതി? അല്ല നഹ്നു. വേറെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. നസ്രാനിയുന. നസ്വാറ. നസ്രാനിയുനല്ല നസ്വാറ. ഒയറാന്ന് അത് പറയണ്ട. അത് പഠിപ്പിച്ചെന്നില്ലല്ലോ ഒയറാന്നുള്ളത്.
അപ്പൊ നഹ്നു നസ്വാറ എന്ന് പറയാം. ലാ നഹ്നു നസ്വാറ, അല്ല ഞങ്ങൾ എന്താണ് ക്രിസ്ത്യൻസ് ആണ്, അങ്ങനെയും പറയാം. ഏയ് ഉം. ഏയ് അഫി ബൈത്തിക്കും ഹദീഖത്തുൻ, ഹദീ അഫി ബൈത്തിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ ഹദീഖത്തുൻ വീട്ടിലുണ്ടോ പൂന്തോട്ടം. ഹദീഖത്തുൻ അപ്പൊ എന്താ പറയാ? നാം നാം നഹ്നു ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ എന്താ പറയാ? ഹദീഖ ഞാൻ ഞങ്ങളുടെ ഫീ വീട്ടിലുണ്ട് എന്നാണ് എന്താ പറയാ? ബൈത്തുന ബൈത്തുന ഫീ അല്ല, ബൈത്തുന ഞങ്ങളുടെ ബൈത്തുന എന്നുള്ളത് ശരിയാണ്, ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറയണം. ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഫീ ബൈത്തുന ഫീ ബൈത്തുന ഫീ ബൈത്തിന, ബൈത്തുന അല്ല, ഫീ വന്നാൽ എന്താണ് അതിനുശേഷം വരുന്ന നാമത്തിന് എന്തിനാ കസ്റ് കൊടുക്കണം. ഫീ ബൈത്തിന, ഞാൻ ഫീ ബൈത്തിന ഹദീഖത്തുൻ ഹദീഖത്തുൻ. നീ വീട്ടിലില്ലെങ്കിലോ? നീ വീട്ടിലില്ലെങ്കിലോ? ലാ നീ നമ്മളെ വീട്ടിലില്ല. ഇല്ല എന്നുള്ളത് സെന്റൻസ് ആണ് നെഗറ്റീവ് ആക്കുക. മാഫിയാണ് ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് അങ്ങനെ പറയാം. ഞങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പത്തെ പഠിച്ചിരുന്നല്ലോ. മാഫിനാണ് മാ ഫീ ബൈത്തിന ഞങ്ങളുടെ വീട്ടിലില്ല. ലാ ഹദീഖത്തുൻ കല്ലാന്ന് സെന്റൻസ് എന്ത് ചെയ്യാ? ആദ്യം നെഗറ്റീവ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? മാ ഫീ ബൈത്തിന ഞങ്ങളുടെ വീട്ടിലില്ല ഹദീഖത്തുൻ ലാവും രണ്ടും വേണോ? പൂന്തോട്ടം. മാഫി ഞങ്ങളുടെ ലാ ലാ മാ ഫീ ബൈത്തിന. ലാ വേണം ആദ്യ സെന്റൻസ്. ഞാൻ മുമ്പിൽ നേരത്തെ പറഞ്ഞില്ല, സാധാരണ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കൽ എന്തുകൊണ്ടാണ്? ലാ കൊണ്ടാണ്. ലാന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവിടെ ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് എന്താ സെന്റൻസ്? എന്നിട്ട് എന്ത് ചെയ്യാ? ഇല്ല ഞങ്ങളുടെ വീട്ടിലില്ല അങ്ങനെ നെഗറ്റീവ് പറയുന്നത്. മാ ഫീ ബൈത്തിന. എപ്പോഴും മാ കൊടുക്കുക? എന്ത് ലായും മായും എങ്ങനെ വ്യത്യസ്തത്തിൽ കൊടുക്കുക? ലാന്നുള്ളത് ഫസ്റ്റ് എപ്പ നമ്മളോട് ചോദിക്കുന്നേ അൻതു മുസ്ലിമൂന, അൻതു മുസ്ലിമൂന നിങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ അവിടെ എന്താ പറഞ്ഞാൽ മതി? ഇല്ല നഹ്നു, അതെന്താ പറയാ? പക്ഷെ ഇവിടെ ആ ഫീ ബൈത്തിക്ക് അവിടെ എന്ത് ചെയ്യാ? ഉണ്ടെങ്കിലും ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ എന്താണ് നമ്മള് ഉണ്ടെങ്കിൽ അതന്നെ ഫീ ബൈത്തിന ഹദീഖത്ത്. ഇനി ഇല്ലെങ്കിലോ ലാന്ന് ആക്കിയിട്ട് അവിടെ നെഗറ്റീവ് ആക്കുക. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് കൊണ്ടുപോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല, മാ ഇന്ത്യ കലമു ഞങ്ങളുടെ അടുത്ത് പെണ്ണില്ല. എന്റെ അടുക്കൽ പെണ്ണില്ല. മാ ഇന്ത്യ ദഫ്തറുൻ എന്റെ അടുക്കൽ. പഠിച്ചില്ലേ നെഗറ്റീവ് ആക്കുക ഉള്ളത്? അല്ല ഈ ലായും ഇതിന്റെ മായും അർത്ഥം എങ്ങനെയല്ലേ പറഞ്ഞു? ലാ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ലാ അവിടെ കൊടുക്കണം. അതന്നെ പറ ഫസ്റ്റ് സെന്റൻസിൽ ലാ വെച്ച് നെഗറ്റീവ് ആക്കണം. എന്നിട്ട് ഒരു കോമ കൊടുക്കാം. ലാന്ന് വെച്ചിട്ട് ഒരു കോമ കൊടുക്കാം. ലാ ഫീ ഞങ്ങളുടെ വീട്ടിലില്ല. ലാ ഫീ ബൈത്തിന ഹദീഖത്തുൻ. അല്ല മായും നമ്മളിപ്പോ കൊടുക്കാം മലയാളത്തിൽ അല്ലെ? നിങ്ങളുടെ വീട്ടിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോ കൊടുക്കാ അല്ല കൊടുക്കണം. അല്ല ഇനി മായും ഇല്ലെങ്കിൽ കൊടുത്തൂടെ? ഇല്ലാന്ന് പറഞ്ഞാലും മതി. അല്ല മായ കൊടുക്കണം. ലായാണോ മായാണോ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ലാ പിന്നെ മാ. എങ്ങനെ? അത് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഇത്തിരി കാലം എന്താ പഠിച്ചത്? ഇല്ല. ഇപ്പൊ മലയാളത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് എന്റെ അടുത്ത് പെണ്ണുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇല്ല എന്റെ അടുത്ത് പെണ്ണില്ല എന്നല്ലേ പറയാ? ഫസ്റ്റ് നമ്മൾ എന്താ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇതാക്കൂല, നെഗറ്റീവ് ആക്കൂല. എന്നിട്ട് പിന്നെ നമ്മൾ പറയില്ല എന്റെ അടുത്ത് ഇല്ല എന്ന് പറയില്ല, പെണ്ണില്ല പറയൂലേ? ഫസ്റ്റ് പെണ്ണില്ല എന്നല്ലേ പറയാ? അതുപോലെ തന്നെ നമ്മളെന്താ ആ ഫീ ബൈത്തിക്കും ഹദീഖത്തുൻ ഇല്ലാന്ന് പറയുന്നത് മുറിഞ്ഞു പോവാണ്. ഫീ ബൈത്തി ഞങ്ങളുടെ വീട്ടിലില്ല ഹദീഖത്ത് പൂന്തോട്ടം. 8 ഇന്ദക്കും സയ്യാറത്തുൻ നിങ്ങളുടെ അടുത്ത് കാറുണ്ടോ? സയ്യാറത്തുൻ ഇന്ധനാട്ടോ. ഇന്ധന സയ്യാറത്തു. ഇനി കാർ ഇല്ലെങ്കിൽ എങ്ങനെ പറയാ? സയ്യാറത്തുൻ. മാ ഇന്ധന സയ്യാറത്തുൻ. 9
ആ എനിക്ക് മനസ്സിലായില്ല. ഒന്നും കൂടെ ഒന്നുകൂടി പറയോ? പറഞ്ഞേരി. ആകത് മാഫിയാണല്ലോ. സൗണ്ട് എന്ത് കേൾക്കണില്ല. മിസ് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് പറയും. കേൾക്കുന്നില്ല ഇല്ലേ, എവിടെ മുറിഞ്ഞു പോവാണേ. 8ാമത്തെ തന്നെ ആ ആ, അതിന്റെ നെഗറ്റീവ് എട്ട് ഒന്നും കൂടി ഒന്നുകൂടി പറയോ? പറയും. ആ ഇന്ദക്കും സയ്യാറ. ആ ചെയ്യാറ്. സയ്യാറ എന്നല്ല സയ്യാറത്തുൻ. ആ ഇന്ദക്കും സയ്യാറ. സയ്യാറത്തുൻ. നിങ്ങളുടെ ആ അടുക്കൽ കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ പറയാ? അപ്പൊ നാം ഇന്ധന ലാ സയ്യാറത്തുൻ. ആ ലാ ഇന്ധന സയ്യാ മറ്റേതാണെങ്കിൽ ലാ ഇല്ലെങ്കിൽ ലാ മാ ഇന്ധന സയ്യാറത്തുൻ. അങ്ങനെ ലാ മാ ഇന്ധന മാ വേണം അല്ലേ? മാ ഉം. അത് നിങ്ങൾ മാഫിന്നില്ല. ഇവിടെ ഏത് മാഫി ലാ ഇവിടെ ലാ എവിടെ ഉണ്ട്? കഴിഞ്ഞിട്ട് മാ ഇന്ധന സയ്യാറത്തുൻ അല്ലേ? ആ അത് ആ അത് ഇവിടെ നമ്മൾ ഫീൽ 10ാം ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ഇവിടെ വീട്ടിലുണ്ടോന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം ചോദിച്ചിരിക്കുന്നത്. വീട്ടിലുണ്ടോ? ഇവിടെ നമ്മുടെ അടുക്കൽ ഉണ്ടോന്ന് ആ മാത്രമേ ആ ചോദിച്ചിട്ടുള്ളൂ. ഉം, ഉം, എവിടെയാന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ മാ ഉം, ഇന്ധനാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉം. ലാ അടുത്ത 9. ഇന്ധന മാ 9 സയ്യാറ മാ അയില അയിന അയിന മുദരിസുക്കും. അയിന മുദരിസുക്കും. നിങ്ങളുടെ നിങ്ങളുടെ ടീച്ചർ എവിടെയുണ്ട്? അധ്യാപകൻ നിങ്ങളുടെ എവിടെയാണ്? നിങ്ങളുടെ അധ്യാപകൻ എവിടെയാണ്? അപ്പൊ എന്താ അധ്യാപകൻ പറയാ? മുദരിസൂന ഫീ ബൈത്തി. മുദരിസുന ഞങ്ങളുടെ അധ്യാപകൻ എവിടെയാണ്? ഫിൽ ബൈത്തി വീട്ടിലാണ്. എങ്ങനെ പറയാ? നമുക്ക് ക്രിയ മുദരിസൂന ഉപയോഗിച്ച് പറയാം. നമുക്ക് മുദരിസൂന. ക്രിയ മുദരിസൂന ഉപയോഗിച്ച് ഫിൽ മദീനത്തി. നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല. ആരാ പറഞ്ഞെ? ذهب إلى المدرسة. മുദരിസൂന. ദഹബ ഇലൽ മസ്ജിദി പറയാം. ذهب إلى മുദരിസൂന എന്ന് المدرسة. പറയണ്ട. അയിന ദഹബ മുദരിസുക്കും. അവൻ എവിടേക്ക് പോയി? മദ്രസയിലേക്ക് പോയി, സ്കൂളിലേക്ക് പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയിന മുദരിസുക്കും. നിങ്ങളുടെ അധ്യാപകൻ എവിടെ? എവിടെയാണ്? നിങ്ങളുടെ അധ്യാപകൻ എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഉം, നേരത്തെ ഒരാൾ പറഞ്ഞ മാതിരി മുദരിസുന ഫിൽ ബൈത്തി വീട്ടിലാണെന്ന് പറയാം. ഇനി നമുക്ക് ക്രിയ ഉപയോഗിച്ച് പറയാം. എന്ത്? ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ ദഹബ ഇലൽ മസ്ജിദി പള്ളി, അവൻ എന്ത് ചെയ്ത്? പള്ളിയിലേക്ക് പോയി. ഉം, ഇവിടെ മുദരിസ് എന്താണ്? ഒറ്റ ഏകവചനാണ്. ഉം, എന്നുള്ളതാണ് എന്ത്? ബഹുവചനം. ഞാൻ ഉം, ചോദിക്കുന്ന ആളോടാണ് എന്ത്? ബഹുവചനം. അപ്പൊ ഇവിടെ മുദരിസ് എന്നുള്ളത് എന്താണ്? ഏകവചനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ദഹബ എന്ന് ഉപയോഗിച്ചാൽ മതി. ഉം, ദഹബ ഇലൽ മസ്ജിദി അല്ലെങ്കിൽ ദഹബ ഇലൽ മക്തബത്തി അങ്ങനൊക്കെ പറയാം. അപ്പൊ നീ നേരത്തെ ഇങ്ങനെയും പറയാം. മുദരിസുന ഫിൽ ബൈത്തി വീട്ടിലാണ്, അല്ലെങ്കിൽ മുദരിസുന ഫിൽ മദ്രസത്തി അധ്യാപകൻ എവിടെയാണ്? സ്കൂളിലാണ്. അങ്ങനെയും പറയാം. ഓക്കെ. നിങ്ങളാണോ മുദരിസുന അധ്യാപകരാണോ? 10 അൻതും മുദരിസൂന. അൻതും മുദരിസൂന. ആണോ? ലാ നിങ്ങൾ അധ്യാപകരാണ്. അല്ല ലാ ഞങ്ങളെന്താണ്? ഞങ്ങളെന്താണ്? ഞങ്ങൾ മുഹന്ദിസൂന. മുദരിസൂന എന്ന് ചോദിച്ചത്. അൻതും എന്നാ ചോദിച്ചത് നിങ്ങൾ. അപ്പൊ എന്താ പറയണ്ടേ? ലാ നഹനു ലാ നഹ്നു നഹ്നു മുഹന്ദിസൂന. നഹ്നു മുഹന്ദിസൂന. അല്ല മുഹന്ദിസൂന. മുഹന്ദിസൂന മുഹന്ദിസൂന. മുഹന്ദിസൂന ഞങ്ങൾ അധ്യാപകരാണ്. അല്ല, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്. പിന്നെന്താ പറയാ? നഹനു തുല്ലാബ് ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഉം. നഹനു തുല്ലാബ്. അടുത്തത് 2ാമത്തെ ആക്ടിവിറ്റി. ഇഖ്റ വക്തു. ചായ സെന്റൻസ് വായിക്കുക. വായിച്ചോളി. ഒരാള് എല്ലാരും കൂടെ ഒന്നിച്ച് വായിക്കണം. ഓരോരുത്തരും വായിച്ചോളൂ. ഒന്നാമത് ആരെങ്കിലും ഒരാൾ നഹ്നു മുസ്ലിമൂന. അർത്ഥം പറഞ്ഞിട്ട് പോവാ. നഹനു മുസ്ലിമൂന ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അടുത്ത വായിച്ചോ. അല്ലാഹു റബ്ബുന. അല്ലാഹു ആണ് ഞങ്ങളുടെ റബ്ബ്. റബ്ബ് ഇസ്ലാമു ദീനുന. നഹ്നു മുസ്ലിമൂന അൽ ഇസ്ലാമു ദീനുന. അത് വായിച്ചില്ലേ? അതെന്താ വായിക്കാഞ്ഞേ? അൽ ഇസ്ലാമു ദീനുന. ഒരു മിനിറ്റ് ഒരാൾ വായിക്കുന്നുണ്ട്. മെഹില ആൻഡ് സഹറ എന്ന് പറഞ്ഞിട്ടുള്ള ആരാ? ഒരു വായിക്കുക. അതൊക്കെ വായിച്ചു കഴിഞ്ഞതാണ്. നഹ്നു മുസ്ലിമൂന അല്ലാഹു റബ്ബുന ഇസ്ലാമു ദീനുന വനബിയ്യു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുൽ കരീമു കിതാബുന. ഖുർആൻ ഞങ്ങളുടെ ബുക്കാണ്. വകഅബതു ഖിബ്ലതുന വഅറബിയ്യതു ലുഗതുന.
മിഹില. കേൾക്കുന്നില്ലേ? വായിച്ചിട്ടുണ്ട്. ഇത് ബുക്കില് ഡിഫറെന്റ് ഉണ്ട്. വൽ ഖുർആനു ദുസ്തൂറൂന അല്ലേ? ദുസ്തൂറൂന. ദുസ്തുറൂന എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നെറ്റ് പോയതാ. ആ അങ്ങനെ ഫസ്റ്റ് മുതൽ വായിക്കാൻ ഞാൻ കേട്ടില്ല. വൽ ഇസ്ലാമു ദീനുന മുതൽ. നഹ്നു മുസ്ലിമൂന അല്ലാഹു റബ്ബുന വ ഇസ്ലാമു ദീനുന വ നബിയ്യു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുന വ ഖുർആനുൽ കരീമു കിതാബുന വൽ കഅബത്തു ഖിബ്ലതുന വൽ വ്യത്യാസമുണ്ട്. വൽ അറബിയ്യത്തു ലുഗത്തുന. ലുഅത്തുന. അപ്പൊ വ നബിയ്യു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുന. മുഹമ്മദ് നബി ആരാണ്? റസൂലുന, ഞങ്ങളുടെ റസൂലാണ്. അവൽ ഖുർആനുൽ കരീം. ഖുർആനുൽ കരീം എന്താണ്? കിതാബുന, ഞങ്ങളുടെ ഗ്രന്ഥമാണ്. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രന്ഥ പുസ്തകമാണെന്ന് പറയരുത്, ഗ്രന്ഥമാണെന്നാ പറയണ്ടേ. നമ്മുടെ ഗ്രന്ഥമാണ് എന്ത്? ദുസ്തുറൂനാണ്. ഞങ്ങളെ ബുക്കില് ദുസ്തുറൂനാണ്. ഞങ്ങളിപ്പോ തൽക്കാലം ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാൽ മതി. സ്ക്രീനിൽ കാണൂല. കാണുന്നുണ്ട്. എനിക്ക് സ്ക്രീനിൽ എന്താ കാണാ? ഇപ്പൊ ആരും കാണുന്നില്ല. കാണുന്നുണ്ട്. വൽ ഖുർആനുൽ കരീം കിതാബുന. ഖുർആൻ എന്താണ്? കിതാബുന, ഞങ്ങളുടെ ഗ്രന്ഥമാണ്. വൽ തുകാബ എന്താണ്? കിബിലത്തുന, ഞങ്ങളുടെ കിബിലയാണ്. വൽ അറബിയ്യത്തു, അറബി എന്താണ്? ലുഅത്തുന, ഞങ്ങളുടെ ഭാഷയാണ്. ഇനി രണ്ടാരെങ്കിലും വായിച്ചോളൂ. അയിന മുദരിസുക്കും യാ ഇഖ്വാനു. യാ അഹ്വാനും അല്ല. നല്ല നോക്കി, എത്ര അടിയിലുള്ള എന്താ നോക്കി. ഹംസ എവിടാ നോക്കി. ഇഖ്വാനു. അയിന മുദരിസുക്കും, നിങ്ങളുടെ അധ്യാപകൻ എവിടാണ്? യാ ഇഖ്വാനു, സഹോദരങ്ങളെ. അഹുൻ ജമ്മ് ഇഹ്വത്തെന്നും പറയാ, ഇഹ്വാനെന്നും പറയാ. അപ്പൊ ഇവിടെ ഇഹ്വാൻ എന്നാണ് ഉപയോഗിച്ചത്. സഹോദരങ്ങൾ നിങ്ങളുടെ അധ്യാപകയാണ്. അപ്പൊ എവിടാണ്? ഖറജ. അൽ ആന. അൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ. ഇപ്പോൾ എന്നുള്ള അർത്ഥം. ഖറജൽ ആന. റജലാന പുറപ്പെട്ടു. ഖറജൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. കേട്ടില്ല ഞാൻ വായിച്ചത്. ഖറജ. ഖറജ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഖറജ അലൽ ആന. അലൽ ആന അല്ല, അൽ ആന. അൽ ആന. ഹറജൽ ആന അങ്ങനെ വായിച്ചോളൂ മിസ്സേ. ഹറജൽ ആന എന്ന് വായിച്ചൂടെ? അതോ ഹറജ അൽ ആന തന്നെ വായിക്കണോ? ഇല്ല, അങ്ങനെ വായിക്കും. ഞാൻ ഓരങ്ങനെ അല്ല, ഹറജൽ ആന എന്ന് പറഞ്ഞ ശരി. ഞാൻ ഓരങ്ങനെ വായിച്ചതിനോണ്ട് പറഞ്ഞതാണ്. ആയിക്കോട്ടെ. മിനൽ ഫസ്ലി ആ വദഹബ ഇലൽ മുദീരി. ഖറജൽ ആന, അവൻ പുറപ്പെട്ടു. മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. വദഹബ ഇലൽ മുദീർ, എന്നിട്ട് എന്ത് ചെയ്തു? ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയി. ഇനി അടുത്ത 3. ബൈത്തിക്കും. ഷാരി ഈ അത് കറക്റ്റ് ആയിട്ട് വായിച്ചോളി. ഷാരി എന്നാണ് അല്ലേ? ഷാരി ഊന്ന അവിടെ അല്ലുണ്ടോ? ഷാരിന്റെ അവിടെ അല്ലുണ്ടോ? ഷാരിഇൻ. എങ്ങനെ വായിക്കാം? ഷാരിഇൻ തെൻവീനിട്ട് വായിക്കണം. ഷാരിയോ ഷാരിഇൻ. ഷാരി തന്നെ വായിക്കണം. സംസാരിക്കുന്നത് ഷാരി ഊന്നല്ല, ഷാരിഇൻ. ഷാരിഇൻ അല്ലേ? ബൈത്തിക്കും. ഷാരിഇൻ ബൈത്തുക്കും, നിങ്ങളുടെ വീട് ഏത് റോഡിലാണ്? ഫി അയ്യി, ഏതിലാണ്? അയ്യി പറഞ്ഞാൽ എന്താണ്? ഏത്. ബൈത്തുക്കും എന്നുള്ളത് എന്താണ്? ഏതെന്നുള്ള അർത്ഥം. ഫി പറഞ്ഞതിനോണ്ട് എന്തായി? ഏതിലാണ്? ഷാരിഇൻ റോഡ്. സോറി, ഷാരിഇൻ റോഡ്. ഞാൻ അർത്ഥം പറഞ്ഞ കേട്ടെ. ബൈത്തുക്കും, നിങ്ങളുടെ വീട്. അപ്പൊ ഇവിടെ എന്താണ്? ഞാൻ പറയുമ്പോ ഒന്നും ആരും പറയരുതേ, പിന്നെ ആർക്കും ഒന്നും മനസ്സിലാവൂല.
ഫീ അയ്യിന് കസറ് വരാൻ കാരണം എന്താ? അതിന്റെ മുമ്പാണ്, അതുകൊണ്ടാണ് കസറ്. ഷാരിഇന് കസറ് വരാൻ കാരണം എന്താ? തെൻവീനുള്ള കസറ് വരാൻ കാരണം എന്താ? അല്ലില്ലാതുണ്ട്. കെസ്ർ വന്നത് ഫീ ഉള്ളതുകൊണ്ടാ. ഈ ഉള്ളതുണ്ട്. അല്ല, അല്ലില്ലെങ്കിൽ തെൻവീൻ ഉണ്ടാവാത്തുള്ളൂ. കസറ് വരാൻ കാരണം എന്താണ്? ഫീ വന്നതുണ്ട്. അല്ല ഫീ വന്നതുകൊണ്ട് ഇതാഫത്താണ്. അയ്യിക്കാണ്. അതിന് ശേഷമുള്ള നാമത്തിന് മാത്രമാണ് എന്ത് കസറ്. അവിടെ ആരും ഇലാഫത്ത് പറഞ്ഞില്ല. ഇലാഫത്ത് ആയതുകൊണ്ടാണ് എന്ത് ഷാരിഇന് കസറ് വന്നത്. അപ്പൊ അയ്യിന് ശേഷം വരുന്ന നാമം എന്താണ്? ഈ മുലാഫ് ആണ്. അല്ല, മുലാഫ് ഇലേഹി ആണ്. അതായത് അയ്യ എന്നുള്ളത് മുലാഫ് ആയിട്ടാണ് ഉപയോഗിക്കുക. അയ്യ എന്നുള്ളത്. അതിനുശേഷം വരുന്നതിന് എന്ത് വേണം? കസറ് വേണം. എന്തായതുകൊണ്ട്? മുലാഫ് ഇലേഹി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കസറ് വന്നത്, തെൻവീനുള്ള കസറ്. ഫി അയ്യി ഷാരിഇൻ ബൈത്തുക്കും, നിങ്ങളുടെ വീട് ഏത് റോഡിലാണ്? അപ്പൊ എന്താ പറയാ? അടുത്ത വായിച്ചു. ബൈത്തുന ഫീ ഷാരിഇല്ലദി അല്ലേ? ഷാരിഇല്ലദി, ഫി ഷാരിഇല്ലദി അമാമൽ മഹ്കമ. ബൈത്തുന ഞങ്ങളുടെ വീട്, ഫി ഷാരി റോഡിലാണ്, അല്ലദി അമാമൽ മഹ്കമ കോടതിയുടെ മുമ്പിലുള്ളതായ റോഡിലാണ് വീട്. അപ്പൊ ഇവിടെ മഹ്കമ എന്നാണ്. അപ്പൊ ഷാരിഹ് എന്താണ്? ഇവിടെ ഇതെന്തർക്കത്ത് മഹ്കമത്വ. മഹ്കമത്തിൽ അമാമ പറഞ്ഞാൽ അതിന്റെ ശേഷമുള്ള കസ്ര് വേണമെന്ന് പറഞ്ഞല്ല. കാരണം എന്താണ്? അത് ഇലാഫത്ത്. അമാമൽ മഹ്കമത്തി, അതായത് മഹ്കമ പറഞ്ഞെന്താണ്? ലോ കോർട്ട്, കോടതിക്ക് പറഞ്ഞതാണ് മഹ്കമ. കോടതിയുടെ മുമ്പിലുള്ളതായ റോഡിലാണ് ഞങ്ങളുടെ വീട്. 4 അബൂന സ്വദീഖു അമ്മിക്കും. സ്വദീഖു അമ്മിക്കും. അബൂന ഞങ്ങളുടെ ഉപ്പ. ആരാണ്? സ്വദീഖു അമ്മിക്കു നിങ്ങളുടെ പിതാവിന്റെ സഹോദരന്റെ കൂട്ടുകാരനാണ് ആര്? ഞങ്ങളുടെ ഉപ്പ. 5 അൻതും മുദരിസൂന. അൻതും മുദരിസൂന. അൻതും മുദരിസൂന നിങ്ങൾ അധ്യാപകരാണോ? ലാ നഹനു അത്തിബാഉ ഞങ്ങൾ ഞങ്ങൾ ഡോക്ടേഴ്സ് ആണ്. അൻതും അബ്നാഉൽ മുദീരി, നിങ്ങള് അബ്നാഉൽ മുദീരി നിങ്ങളാണോ? അബ്നാഉ ആൺമക്കളാണോ? അൽ മുദീരി ഹെഡ് മാസ്റ്ററിന്റെ ആൺമക്കളാണോ നിങ്ങൾ? അപ്പൊ എന്താ പറഞ്ഞത്? ലാ നഹ്നു അഫദത്തുഹു പറഞ്ഞാൽ എന്താണ്? അഫദത്തുഹു അവരുടെ അവരുടെ. അഫദത്തുഹു പറഞ്ഞാൽ എന്തോ അവരുടെ. റിലേഷനാണ്. അഫദത്തുഹു പറഞ്ഞാല് ഇവിടെ ആരാ അഫദത്തുഹു എന്നുള്ളതിന് അവരുടെ എന്ന് പറഞ്ഞത്? അവരുടെ അറിയില്ലല്ലോ. ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അവന്റെ നിങ്ങൾ അവരുടെ പറഞ്ഞത്. വന്നാല് ഹഫദത്തുഹും എന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം വരുള്ളൂ. അവന്റെ ഗ്രാൻഡ് സൺ എന്ന് പറയില്ലേ? മലയാളത്തിൽ എന്താ പറയാ? ഗ്രാൻഡ് സണ്ണിന് എന്താ പറയാ? ഗ്രാൻഡ് സൺ. അവന്റെ ഗ്രാൻഡ് സൺ ആണ് ഞങ്ങൾ. അതായത് ഞങ്ങൾ എന്താണ്? ഇവിടെ അബ്നാഉൽ മുദീരി എന്നാ ചോദിക്കുന്നത്, ഹെഡ് മാസ്റ്ററിന്റെ മക്കളാണോന്ന്. ഞങ്ങൾ എന്താണ്? നഹനു അഫദത്തുഹു ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ. പേരക്കുട്ടിയോ? പേരക്കുട്ടി. ഇനി അടുത്തത് മദ്രസത്തുന കബീറത്തുൻ മദ്രസത്തുക്കും സഗീറത്തുൻ. മദ്രസത്തുന കബീറത്തുൻ ഞങ്ങളുടെ മദ്രസ എന്താണ്? വലിയതാണ്. നിങ്ങളുടെ മദ്രസ സഗീറത്തുൻ ചെറുതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹഫദത്തുഹു എന്നുള്ളത് എന്താണ്? ഗ്രാൻഡ് സൺസ് ആണ്, വേറെ കുട്ടികളാണ് കേട്ടോ. ഹഫീദുൻ ജമ്മാണ് ഹഫദത്തുൻ. ഹഫീദ് എന്നുള്ളത് പേരക്കുട്ടി, ഗ്രാൻഡ് സൺ. അതിന്റെ ജമ്മാണ് എന്ത്? ഹഫദത്തുൻ, ഗ്രാൻഡ് സൺസ്, പേരക്കുട്ടികൾ. ഓക്കെ. അടുത്തത് 8ാമത്തത്. ലനാ ഹദീഖത്തുൻ ജമീലത്തുൻ ഫീ തിൽകൽ ഖറിയത്തി. ലന എന്നുള്ളത് നിങ്ങൾ ലനാ ഹദീഖത്തുൻ ജമീലത്തുൻ ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കുണ്ട് ഹദീഖത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള പൂന്തോട്ടം. ഫീ തിൽക്കൽ ഖറിയത്തി ആ ഗ്രാമത്തിൽ.
അടുത്തത് 9. അഖൂന തോലിബ് طالب في قليل എന്താണ് ഈ കുല്ലിയത്തി കുല്ലിയാണോ തിത്തബി ഈ കുല്ലിയത്തി തിബ്ബി. നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കേട്ടോ, ഇപ്പൊ നേരെ വായിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അഹൂന ഞങ്ങളുടെ സഹോദരൻ, ത്വാലിബുൻ വിദ്യാർത്ഥിയാണ്. ഫീ കുല്ലിഹി തിബ്ബി ഒന്നുകിൽ മെഡിക്കൽ കോളേജ് പറയാം, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ അതും പറയാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പറയാം, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ എന്നും പറയാം. 10. അൻതും അത്തിബാഉൻ അത്തിബാഉ എന്ന് പറയാൻ പറ്റുമോ? അത്തിബാഉ തെൻവീനിന്റെ അൻതും അത്തിബാഉ അത്തിബാഉ വബഅദുന മുഹന്ദിസൂന. ആണോ? ആ ബാലൂന അത്തിബാഉ ഞങ്ങളിൽ ചിലർ എന്താണ് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ബാലൂന മുഹന്ദിസൂൻ ചിലർ ആരാണ്? എഞ്ചിനീയേഴ്സ് ആണ്. ഇനി അടുത്തത് അല്ലാഹു റബ്ബിന വറബ്ബുക്കും. അല്ലാഹു റബ്ബുന അല്ലാഹു റബ്ബുന ആരാ റബ്ബിനാന്ന് പറയും? റബ്ബിന അല്ലാഹു റബ്ബുന റബ്ബുന അല്ലാഹു ഞങ്ങളുടെ റബ്ബ്. റബ്ബുന അല്ലാഹു അങ്ങനെ ഞങ്ങളുടെ വായിച്ചോ. റബ്ബാണ്. റബ്ബു നിങ്ങളുടെയും റബ്ബാണ്. റബ്ബുന വറബ്ബുക്കും. അല്ലാഹു റബ്ബു ആ ഞങ്ങളുടെ രക്ഷിതാവാണ്. യാ നിങ്ങളുടെ രക്ഷിതാവുമാണ്. അല്ലാഹു റബ്ബുന വറബ്ബുക്കും. ഇനി 12. അയിന ഐന ദഹബത്തും യാ ദഹബത്തും യാ ഇഖ്വാൻ. ഇഖ്വാനു അയിന ദഹത്തും യാ എവിടെ ഇഖ്വാനു. അയിന ദഹത്തും നിങ്ങൾ നിങ്ങൾ എവിടെ പോയി പോയത്? യാ പോയി സഹോദരങ്ങളെ. അപ്പൊ എന്താ പറയുന്നത്? ദഹബന ഇല സൂഖി ദഹബിന ഞങ്ങൾ പോയി എവിടെ? അങ്ങാടിയിലേക്ക്, മാർക്കറ്റിൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. ഇനി അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി. അലിഫിൽ അസ്മാൽ ആത്തിയത്ത താഴെയുള്ള നാമങ്ങൾ എന്ത് ചെയ്യുക? ചേർത്ത് എഴുതുക. ഇലല്ലമാരി അതായത് സർവനാമത്തിലേക്ക്, പ്രൊനൗൺസിലേക്ക് എന്ത് ചെയ്യുക? ചേർത്ത് എഴുതുക. കമാ ഹുവ മുഅല്ലൗൻ ഫിൽ മിസാല് അതായത് താഴെ ഉദാഹരണത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? താഴെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? അതുപോലെ ഓരോ പ്രൊനൗണിലേക്കും ചേർത്ത്. ഇവിടെ ബൈത്തുന്ന കൊടുത്തത്, അപ്പൊ ഇവിടെ ഏത് സർവനാമത്തിലേക്കാ ചേർത്ത്? കുന്നുള്ള സർവനാമത്തിലേക്കാ. അപ്പൊ ബൈത്തുക്കും നിങ്ങളുടെ വീട്. ഇനി ഞങ്ങളുടെ വീട് എന്നുള്ളതിന് എന്താ പറയാ? ബൈത്തുന ഞങ്ങളുടെ വീട്. ഇനി അതുപോലെ അടിയിലുള്ളത് പറഞ്ഞോളി. അമ്മുന്നാണ്. അമ്മുന്ന് പറയാ പിതാവിന്റെ സഹോദരൻ. അപ്പൊ നിങ്ങളുടെ പിതാവിന്റെ സഹോദരൻ അമ്മുക്കും, ഞങ്ങളുടെ പിതാവിന്റെ സഹോദരൻ അമ്മുന. ഇനി മദ്രസത്തുൻ മദ്രസത്തുക്കും നിങ്ങളുടെ സ്കൂൾ മദ്രസത്തുക്കും മദ്രസത്തുന. മദ്രസത്തുക്കും മദ്രസത്തുന. ലുഅത്തുൻ ലുഅത്തുക്കും ലുഅത്തുന. ലുഅത്തുന. അടുത്തത് അബുൻ. അബൂക്കും അബൂന. അബൂക്കും അബൂന. എക്സ്ട്രാ വാവ് കൊടുക്കണം. നമ്മളൊരു അബിലേക്കും അഹിലേക്കും ചേർത്ത് എഴുതുമ്പോ സർവനാമം ചേർത്ത് എഴുതുമ്പോ ഒരു എക്സ്ട്രാ വാവ് ചേർത്ത് എഴുതണം. അബൂക്കും അബൂന. ഇനി അടുത്ത ഉമ്മുൻ. ഉമ്മുക്കും ഉമ്മൂന. ഉമ്മുക്കും ഉമ്മൂന ഞങ്ങളുടെ ഉമ്മ. ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ. ഉമ്മൂന ഞങ്ങളുടെ ഉമ്മ. സ്വദീഖുൻ കൂട്ടുകാരൻ. സ്വദീഖുക്കും സ്വദീഖുന. ഉഖ്തുക്കും ഉഖ്തുന. ദീനുൻ പറഞ്ഞ മതം. ദീനുക്കും ദീനുന. ദീനുക്കും പറഞ്ഞാല് നിങ്ങളുടെ മതം. ദീനുന ഞങ്ങളുടെ മതം. അഹുൻ അഖൂക്കും അഖൂന. അഹൂക്കും അഹൂന. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യ എന്നുള്ളത് എന്താണ്? അയ്യിന് ശേഷം വരുന്നത് എന്താവും? അയ്യ് മുലാഫായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് ശേഷം എന്തായിരിക്കും? മുലാഫ് ഇലഹി ആയിരിക്കും. അത് ഇലാഫത്തായിരിക്കും. അതുകൊണ്ട് അയ്യക്ക് ശേഷം വരുന്നതിന് എന്ത് വേണം? കസ്റ് വേണം. അപ്പൊ ഇവിടെ എന്താണ്? അയ്യ യോമിൻ ഹാദ ഇത് ഏത് ദിവസമാണ്? അയ്യ യോമിൻ ഹാദ ഏത് ദിവസമാണ് ഇത്? അപ്പൊ എന്താ പറയുന്നത് അതിന്റെ ആൻസർ? ഹാദാ യൗമുസ് സബ്തി. ഹാദ യൗമുസ് സബ്തി
അപ്പൊ ഇവിടെ എന്താണ് ഹാദാ യോമു സബ്തി പറഞ്ഞാൽ എന്താണ് സാറ്റർഡേ. ശനിയാഴ്ച പറയുന്നതാണ് യോമു സബ്തി. അപ്പൊ ഇവിടെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സബ്തിക്ക് കസ്റത്ത് വരാൻ കാരണം എന്താണ്? സബ്തി സബ്തിക്ക് യൗമ കസ്റത്ത് ഇദാഫത്ത്. യൗമ ഇവിടെ യൗമന്റെ അതെന്താണ് ഇദാഫത്തുൻ. ആ യോമിന് ശേഷം നമ്മൾ ഡേ പറയുമ്പോൾ എന്ത് വേണം, കസ്റ് കൊടുക്കണം. അതായത് യോമിന് അതിന്റെ ഡേ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ് കൊടുക്കണം. അതേപോലെ തന്നെ എന്ത് മാസത്തിന്റെ പേര് പറയും, അത് അടുത്ത ഉദാഹരണത്തിൽ പറയും. അപ്പൊ എന്താ അടുത്ത ഉദാഹരണം എന്താ, അയ്യു ഷഹരിൻ ആദാ. അയ്യു ഷഹരിൻ ഏത് മാസമാണ്, ആദാ ഇത് ഏത് മാസമാണ്, ഹാദാ ഹാദ ഷഹ്റു ശഹ്റു റജബിൻ. റജബിൻ. അപ്പൊ മാസത്തിന്റെ പേരും പറയുമ്പോൾ എന്ത് വേണം, കസ്റ് വേണം. ഹാദാ ഷഹ്റു റജബിൻ, ഇതെന്താണ് റജബ് മാസമാണ്. ഇനി അപ്പൊ ദുൽഹിജ്ജ പറയുമ്പോൾ എങ്ങനെ പറയാം, ദുൽഹിജ്ജ ദുൽഖഅദ ഒക്കെ പറയുമ്പോ ഹാദാ ഷഹ്റു ദുൽഹിജ്ജ്. ദുൽഹിജ്ജ എന്നല്ല പറയേണ്ടത്, അവിടെ കസ്റ് കൊടുക്കുന്നതിനോണ്ട് മാസത്തിന്റെ പേര് പറയുന്നതിനോണ്ട് നമ്മൾ എന്ത് പറയണം, ഷഹറു ഹാദാ ഷഹ്റു ദുൽഹിജ്ജ, ഷഹ്റു ദുൽഹിജ്ജ എന്നാണ് പറയേണ്ടത്. ഷഹറു ദുൽഹിജ്ജ എന്ന് പറയരുത്. ഇനി ദുൽഹിജ്ജ ഒറ്റക്കാണ് പറയുന്നത്, ഇവിടെ മാസം പറയുന്നില്ല, ഷഹർ എന്ന് പറയുന്നില്ല. ദുൽഹിജ്ജ ഒറ്റക്കാ പറയണമെങ്കിൽ ദുൽഹിജ്ജ എന്ന് പറയാം. പക്ഷെ ഷഹർ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഷഹർ ആ മാസം കൂട്ടി പറയുമ്പോൾ എന്ത് വേണം, ഷഹറു ദിൽഹിജ്ജ, ഷഹറു ദിൽഖഅദ. അപ്പൊ മാസത്തിന്റെയും ദിവസത്തിന്റെയും പേര് പറയുമ്പോ അതിനുശേഷം വരുന്ന ഇതിനെന്ത് വേണം, ആ പേരിന് എന്ത് വേണം, കസ്റ് വേണം. ഓക്കെ. അയ്യു കുല്ലിയത്തിൻ ഹാദിഹി, അയ്യു കുല്ലിയത്തിൻ ഹാദിഹി ഇത് ഏത് കോളേജാണ്. അപ്പൊ ഇവിടെ ഹാദിഹി വരാൻ കാരണം എന്താണ്, ഗേൾസ് ഫീമെയിൽ ആണ്. കുല്ലിയത്ത് എന്താണ്, ഫീമെയിൽ ആയതുകൊണ്ടാണ്, ഫെമിനിൻ ആയതുകൊണ്ടാണ് ഹാദിഹി വന്നത്. അയ്യു കുല്ലിയത്തിൻ ഹാദിഹി ഇത് ഏത് കോളേജാണ്. അപ്പൊ എന്താണ് ഹാദിഹി ഹദീ തിജാറത്തി, കുല്ലിയത്തി ഇത് ഏത് കോളേജാണ്, ബിസിനസ്. തിജാറത്തി. ഹാദിഹി കുല്ലിയത്തി തിജാറത്ത് പറഞ്ഞതാണ് കുല്ലിയത്തു എന്നാ വരിക അല്ലേ, ബിസിനസ്. ഹാദിഹി കുല്ലിയത്തു അല്ലേ, ഹാദിഹി കുല്ലിയത്തു, കുല്ലിയത്തു ഹാദിഹി തിജാറത്ത് കുല്ലിയത്തു തിജാറത്തി. അപ്പൊ എന്താണ് ബിസിനസ് സ്റ്റഡീസ്, അതെ ഹാദിഹി കുല്ലിയത്തു തിജാറത്തി. അതായത് നമ്മളിവിടെ നമ്മളെ നാട്ടിൽ എന്താ പറയാ, കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്നല്ല പറയാ, ബിസിനസ് കോളേജ് എന്ന് പറയാം. സ്റ്റഡീസ്. ബിസിനസ് കോളേജ് എന്ന് പറയാം, നമ്മള് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്നല്ല സാധാരണ പറയല് കോളേജിലൊക്കെ. അതായത് നമ്മളെവിടെ, അല്ലാതെ ബിസിനസ് കോളേജ് എന്ന് പറയലില്ലല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ബിസിനസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയാം. അതായത് BBA. ഫി അയ്യ മദ്രസത്തിൻ അൻത, ഫി അയ്യ മദ്രസത്തിൻ അൻത, നീ ഏത് സ്കൂളിലാണ്, ഫി അയ്യ മദ്രസത്തിൻ അൻത നീ ഏത് സ്കൂളിലാണ്. അന ഫിൽ മദ്രസത്തിൽ മുതവസ്സിത്തതി, ഞാൻ എവിടെയാണ്, മദ്രസത്തിൽ മിഡിൽ സ്കൂളിലാണ്, മിഡിൽ സ്കൂളിലാണ് എന്ത് ഞാന്. അടുത്തത് മിൻ അയ്യ ബലദിൻ അൻത അല, മിൻ അയ്യ ബലദിൻ അൻതി യാ ഉഖ്തു. ഇവിടെ എന്താണ് അൻതി പറയാൻ കാരണം എന്താ, ഉഖ്തിനോടാണ് ചോദിക്കുന്നത് സഹോദരൻ, അപ്പൊ അൻതി എന്നാക്കണം. മിൻ അയ്യ ബലദിൻ അൻതി യാ ഉഖ്തി, നീ ഏത് നാട്ടിൽ നിന്നാണ് സഹോദരി. അപ്പൊ എന്താ പറഞ്ഞത്, അനമിനൽ യൂന, അനമിനൽ യൂന. യൂന എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിന്റെ പേരാ, യൂനാൻ, ഗ്രീസ് കേട്ടിക്കണോ, ഗ്രീസ് കേട്ടിക്കണ്. ഗ്രീസിന് പറയുന്നതാണ് യൂന. അനമിനൽ യൂന, ഞാൻ ഗ്രീസിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തെൻവീന് പോകുന്നത്, അതായത് നമ്മൾ തെൻവീന് പോകുന്ന ഏതൊക്കെ നാമങ്ങൾ ഇപ്പൊ പഠിച്ചു, നമ്മള് അതായത് അതായത് തെൻവീൻ ഉണ്ടാവില്ല, ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. പക്ഷെ അതായത് സ്ത്രീലിംഗ പ്രോപ്പർ നൗൺ, സ്ത്രീലിംഗ നാമങ്ങൾക്ക് എന്തുണ്ടാവില്ല, അതായത് സ്ത്രീലിംഗ നാമങ്ങൾ പ്രോപ്പർ നൗൺ ആണ്, പെണ്ണുങ്ങളെ പേര്, അതിനെന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ പഠിച്ചത്, അവസാനം പുല്ലിംഗത്തിന് അവസാനം രണ്ടാമത്തെ വരുന്ന പുല്ലിംഗ നാമത്തിന് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല പഠിച്ചു. അതായത് മുആവിയത്തോ ഉസാമത്തോ അതിനെന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല പഠിച്ചു. പിന്നെ എന്തിനാ തെൻവീൻ ഉണ്ടാവില്ല പഠിച്ചത്, അത് കണ്ടിട്ടില്ലേ, ബ്രോക്കൺ, ബ്രോക്കൺ ത്രൂ. അതായത് ചില ബഹുവചനങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. ഏതുപോലെ അത്തിബാവു ആയിനിയാവു എന്നതിനൊന്നും ഉണ്ടാവില്ല,
തെൻവീൻ ഉണ്ടാവില്ല എന്ന് ഫുക്കറാവു. പഠിച്ചു. ഉം. ഫുക്കറാവു എന്നൊക്കെ പറഞ്ഞ മാതിരി എന്തുണ്ടാവില്ല, തെൻവീന് കിബാറു. ഉണ്ടാവൂല. അതുപോലത്തെ കുറച്ച് നാമങ്ങളാണ് എന്ത് ഉം. ഇത്. ഇത് ഏത്? വില്യമു. വില്യമു. വില്യം. ആ പേരുകളൊന്ന് വായിച്ചു നോക്കി, കിട്ടുന്നുണ്ടോ വായിക്കാന്? ഇത് വില്യം. ഇത് ഇത് വർദ്ദു. വില്യമോ? ലണ്ടനു. വില്യമോ പറഞ്ഞ എന്താണ്? വില്യമോ പറഞ്ഞ വേറെ. വില്യം. വില്യം. എഡ്വേർഡ്. ഇത് എഡ്വേർഡ്. വർദ്ദു. ഇഡ്വർഡും അല്ല, ലണ്ടന. എഡ്വേർഡ് എന്നാ പറയാ. എഡ്വേർഡ്. അത് അറബിയില് ഈ എഡ്വേർഡ്. ലെറ്റേഴ്സ്, അതായത് നമ്മൾ ചില നാമങ്ങൾക്ക് എന്തുണ്ടാവില്ല, എഡ്വേർഡ് പറയുമ്പോ നമുക്ക് അത് അങ്ങനെ ഇതാ, അത് നമ്മൾ എന്ത് ചെയ്യണം, അറബിക് ലെറ്റേഴ്സിലൊക്കെ എഴുതുക. അതാണ് ഇവിടെ ഇഡ്വേർഡ് എന്ന് കൊടുത്തത്. ഇത് എഡ്വേർഡ് ആണ്. ലണ്ടനോ പാരീസോ. പാരീസ് പറഞ്ഞ, ലണ്ടൻ പറഞ്ഞ നമുക്ക് മനസ്സിലായി ലണ്ടൻ. പാരീസ് പറഞ്ഞ പാരീസ്. പാകിസ്ഥാൻ പറഞ്ഞ പാകിസ്ഥാൻ. പാകിസ്ഥാനു. ഇസ്തംബൂള് പറഞ്ഞാല് ഇസ്തംബൂളു. ഇബ്രാഹിമോ ഇബ്രാഹിമു. ഇസ്മായിലു. ഇസ്ഹാഖോ ഇസ്ഹാഖു. യാക്കോബോ യാക്കൂബു. അയ്യൂബു. സുലൈമാനു. ദാവൂദു. യൂനുസു. ഇനി ആ എന്താ അത് അപ്പൊ ഇനി ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മതി. നമ്മൾ നേരത്തെ തെൻവീൻ എന്താ അത് ഇതും കൂടി കേട്ടിട്ട് നിർത്താം. എന്റെ ടീച്ചറെ, ഞങ്ങൾക്ക് ഇവിടെ പണിയുണ്ട്. ജിബിരിയിലു. പണിയോ? മീകായിലു. ഫിറൗന്. രണ്ടാഴ്ച പറയാൻ ടൈമില്ല. രണ്ട് പറ minute പറ ആണ്. വേഗം പറ. അതായത് ചില അറബിക് പ്രോപ്പർ നൗൺ ഉണ്ട്, നോൺ അറബിക് പ്രോപ്പർ നൗൺ, അതായത് അനറബി പദങ്ങൾ. നോൺ അറബിക് പ്രോപ്പർ നൗൺ ഉണ്ട്, അറബി പദങ്ങൾ. അതായത് അറബി അല്ല, അനറബി പദങ്ങൾ ഉണ്ടാവും. ആ അനറബി പദങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീന് ഉണ്ടാവില്ല. അതിലാണ് എന്ത്, അതായത് പ്രവാചകന്മാരിൽ അധിക ആൾക്കാരുടെ പേരും, അതായത് ഇസ്മായിൽ ഇസ്ഹാഖ് എന്നൊക്കെ പറയുന്നത് എന്താ, പ്രവാചകന്മാരിൽ അധിക ആൾക്കാരുടെ പേരും എന്താണ്, അനറബി നാമങ്ങളാണ്. അതായത് അറബി അല്ല, അനറബി നാമങ്ങളാണ് എന്ത്, അധിക പ്രവാചകന്മാരെ നിയമം. ഓരോ നാമത്തിന് എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതേപോലെ തന്നെ എന്താണ്, ലണ്ടനു, പാരീസു, പാകിസ്ഥാൻ, ഇസ്തംബുൾ, ഇതൊക്കെ എന്താണ്, അനറബി നാമങ്ങളാണ്. അനറബി നാമങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീന് ഉണ്ടാവില്ല. പിന്നെ എന്തും ഉണ്ടാവില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കണ എന്ത്, ഞാൻ ജംഇന്റെ പറയുമ്പോ കൂടെ ഞാൻ പറഞ്ഞിരിക്കണ ആ നാമങ്ങളോട് കൂടെ ഇതും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല എന്നാ പറഞ്ഞത്? ഇന്നല്ല എന്തുണ്ടാവില്ല പറഞ്ഞു. എല്ലാം. തെൻവീൻ ഉണ്ടാവൂല. തെൻവീൻ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. വേറെ ഒന്നും കൂടി ഉണ്ടാവില്ല. അതെന്താണ്? കെസ്റ് വരില്ല. കെസ്റ് വരില്ല. ഈ നാമങ്ങൾക്കൊന്നും, അതായത് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ നാമങ്ങൾ, നേരത്തെ കുറച്ച് ബ്രോക്കൺ ഫ്ലൂറിന്റെ കുറച്ച് നാമങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇതിനൊന്നും എന്തുണ്ടാവില്ല, കെസ്റ് ഉണ്ടാവൂല. കെസ്റ് എന്തുകൊണ്ടാ ചെയ്യാ, അതായത് കെസ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് എന്തുകൊണ്ടാ ചെയ്യാ, ഫത്ഹത്ത് കൊണ്ടാണ് കെസ്റ് ചെയ്യാ. തെൻവീൻ ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ പഠിച്ച്. കെസ്റ് ഉണ്ടാവില്ല, അതായത് കെസ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് എന്തുണ്ടാവില്ല, കെസ്റ് ചെയ്യൂല. കെസ്റ് എന്തുകൊണ്ടാ ചെയ്യേണ്ടത്, ഫത്തഹ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കെസ്റ് കൊടുക്കേണ്ടത്. ഈ നാമങ്ങൾക്കൊക്കെ കെസ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അത് ഫതഹത്ത് കൊണ്ടാണ് കെസ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കെസ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നൂഹുൻ, ലൂത്തുൻ, ജോർജുൻ, അതായത് ജോർജ് പറഞ്ഞാൽ ജോർജിന് പറയുന്നതാണ് ജോർജുൻ. ഈ നാമങ്ങൾക്ക് ഇതൊക്കെ അനറബി നാമങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ടോ, തെൻവീൻ ഉണ്ടോ. കാരണം എന്താണ്, നൂഹുൻ, ലൂത്തുൻ എന്നൊക്കെ പറയുമ്പോ എന്താണ്, നൂഹുൻ എന്ന് പറഞ്ഞാൽ നൂന് കഴിഞ്ഞിട്ട് ഏതക്ഷരം വരുന്നത്, നൂഹെന്ന് പറയുമ്പോ നീട്ടാനുള്ള വാവല്ല വരുന്നത്, നൂഹുൻ, ലൂത്തുൻ. അപ്പൊ അതിന് സാധാരണ എന്താണ്, ആ നീട്ടാനുള്ള വാവിന് ശരിക്കും എന്താണ്, സുക്കൂനാണ്. അതായത് നൂഹുൻ, ലൂത്തുൻ എന്നൊക്കെ പറയുമ്പോ ആ നൂന് കഴിഞ്ഞിട്ട് നീട്ടാനുള്ള വാവിന് ശരിക്കും എന്താണ്, സുക്കൂനാണ്. അത് അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. നൂഹുൻ, ലൂത്തുൻ. പിന്നെന്താണ്, ജോർജിന് എന്താണ്, രണ്ടാമത്തെ ലെറ്ററിന് എന്താണ്, സുക്കൂനാണ്. അങ്ങനെ 3 ലെറ്ററുള്ള അനറബി നാമങ്ങൾ, അതായത് നൂഹുൻ, ലൂത്തുൻ, ജോർജിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, 3 ലെറ്റേഴ്സ് ഉള്ള നാമാണ്. അതിൽ രണ്ടാമത്തെ ലെറ്റർ എന്തായിട്ട് വരണം, സുക്കൂനുള്ളത് ആയാല് അതിനെന്തുണ്ടാവും, തെൻവീൻ ഉണ്ടാവും. ഇതൊക്കെ അനറബി നാമങ്ങളാണെങ്കിലും പക്ഷെ അത് 3 ലെറ്റേഴ്സ് ഉള്ള പേരാണ്. ആ 3 ലെറ്റേഴ്സ് ഉള്ള പേരില് രണ്ടാമത്തെ ലെറ്ററിന് എന്ത് വേണം, സുക്കൂന് വേണം. സുക്കൂന് നൂഹുൻ, ലൂത്തുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നൂഹുൻ, ലൂത്തുൻ ഒക്കെ ഉള്ളത് അനറബി നാമങ്ങൾ. പക്ഷെ അതിനെന്താണ്, 3 ലെറ്റേഴ്സേ ഉള്ളൂ. 3 ലെറ്റേഴ്സ് മാത്രമല്ല, അതിൽ രണ്ടാമത്തെ ലെറ്ററിന് എന്താണ്, സുക്കൂനാണ്.
അപ്പൊ അതിനെന്തുണ്ടാവില്ല, തെൻവീന് നഷ്ടപ്പെടൂല. അതിനൊക്കെ എന്തുണ്ടാവും, തെൻവീൻ. അത് അനർബി നാമാണെങ്കിലും എന്തുണ്ടാവും, തെൻവീനും ഉണ്ടാവും. ആ നാമങ്ങൾക്ക് എന്തില്ല, ഇപ്പൊ പറഞ്ഞ നിയമങ്ങൾ ബാധകമല്ല. ഓക്കെ. അതുപോലെ തന്നെ വേറെ ഇതാണ് എന്ത്, നമ്മള് ബൈത്തുൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് പറയ്. എടുക്കാം? തെൻവീൻ അതുപോലെ തന്നെയാണ് എന്ത്, ഉണ്ടാവും. ബൈത്തുൽ ഇമാമി അൽ ജദീദോ. അതിനർത്ഥം പറഞ്ഞേരി. ബൈത്തുൽ ഇമാമി അൽ ജദീദോ. ബൈത്തുൽ ഇമാമി, ഇമാമിന്റെ വീട്. എന്റെ അൽ വീട് ജദീദോ, ഇമാമി പുതിയതാണ്. പുതിയതാണ്. ബൈത്തുൽ ഇമാമി അൽ ജദീദോ, ഇമാമിന്റെ വീട് എന്താണ്, പുതിയതാണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, ബൈത്തുൽ ഇമാമി പറഞ്ഞാൽ എന്താണ്, ഇലാഫത്താണ്. ബൈത്ത് പറഞ്ഞാൽ എന്താണ്, മുലാഫ്. അതിനുശേഷമുള്ള ഇലാഫത്ത് ചെയ്യുന്ന നാമത്തിന് മുലാഫ് ഇല്ലെങ്കിൽ. അൽ ജദീദ് പറഞ്ഞാൽ എന്താണ്, അൽ ജദീദു. ബൈത്തുൽ ഇമാമി അൽ ജദീദു. ഇമാമിൽ ജദീദ്. ഇമാമിന്റെ അതായത് വീട്. ഇവിടെ ഇമാമിന്റെ വീട് പുതിയതാണ്. പുതിയതാണെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്, ഇമാമിന്റെ വീട്. ഇമാമിന്റെ വീട്. വിശേഷിപ്പിക്കും. വീടിനെ അല്ല ഇവിടെ വീടിനെ അല്ല ഇവിടെ വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ ഇമാമിനെ അല്ലല്ലോ വിശേഷിപ്പിക്കുന്നത്. ബൈത്തുൽ ഇമാമിൽ ജദീദു അൽ ജദീദു, ഇമാമിന്റെ വീട്. ഇമാമിന്റെ വീട് അൽ ജദീദ് പുതിയതാണ്. അപ്പൊ ഇവിടെ അൽ ജദീദ് എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്, ബൈത്തിനാണ്. ബൈത്തിനാണ് ഇവിടെ എന്ത് ചെയ്ത് പുതിയതാണെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ബൈത്തിന് അല്ലില്ല, ബൈത്തിന് അല്ല. ബൈത്തുൽ ഇമാമി എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടോ? ഇല്ല. ബൈത്തുൽ ഇമാമി എന്നാണ് ഞാൻ പറഞ്ഞത്. ബൈത്തിന് അല്ലില്ല. പക്ഷെ ബൈത്തിന്റെ നാമവിശേഷനാണ് എന്ത്, നേരത്താണ് എന്ത്, അൽ ജദീദ് എന്നാണ്. അപ്പൊ അൽ ജദീദിന് അല്ലില്ല. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞ ജദീദ് എന്നുള്ള എന്തിന്റെ വിശേഷനാണ്, ബൈത്ത് എന്ന നാമത്തിന്റെ വിശേഷനാണ് എന്ത്, അൽ ജദീദ് എന്നല്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നേരത്തും അൻഊത്തും നാമവും നാമവിശേഷം 4 കാര്യത്തിൽ യോജിച്ച് വരണം. അപ്പൊ എന്തുകൊണ്ട് ജദീദിന് അല്ല് വന്ന് ബൈത്തിന് അല്ല് വന്നില്ല? അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്തിനാ, നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് അയച്ചിക്കണേ. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ബൈത്ത് സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണ്. അതായത് ബൈത്ത് എന്നുള്ളത് എന്താണ്, മുലാഫ് സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണ്, അതായത് സ്പെസിഫിക് ആണ്. പക്ഷെ അതിന് എന്തുണ്ടാവില്ല, മുലാഫിന് എന്തുണ്ടാവില്ല, സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണെങ്കിലും അല്ല് ഉണ്ടാവില്ല. നമ്മൾ ഡെഫിനിറ്റ് ആണ് തെളിയിക്കാനുള്ള ഒരു ഉദാഹരണമാണിത്, അല്ല് എന്നുള്ളത്. ഡെഫിനിറ്റ് ആണെന്ന് തെളിയിക്കാനല്ല. പക്ഷെ മുലാഫ് സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ എന്തുണ്ടാവില്ല, അല്ല് ഉണ്ടാവില്ല. ഓക്കെ. അത് ഡെഫിനിറ്റ് ആണ് ബൈത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് എന്ത്, ആ ജദീദിന് അല്ല് വന്നത്. ബൈത്തിന്റെ വിശേഷനാണ് എന്ത്, അൽ ജദീദ് എന്നുള്ളത്. അപ്പൊ ബൈത്ത് എന്നുള്ളത് എന്താണ്, സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണ്. മുലാഫ് സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണ്, സ്പെസിഫൈഡ് ആണ് അവിടെ. അതുകൊണ്ടാണ് ജദീദിന് അല്ല് വന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഉദാഹരണം കാണുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ബൈത്തുൽ ഇമാമി ജദീദു. ബൈത്തുൽ ഇമാമി അൽ ജദീദു. അത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അർത്ഥം പറയുമ്പോ ഏതിന് നാമോ നാമവിശേഷനാണ് നോക്കുക. എന്തിനാണ് നാമവിശേഷം? ഇവിടെ എന്താണ്, ബൈത്തുൽ ഇമാമി, ഇമാമിന്റെ വീട് എന്താണ്, പുതിയതാണ്. അപ്പൊ പുതിയതെന്ന് വിശേഷിച്ചത് എന്തിനാണ്, ബൈത്തിനാണ്. അപ്പൊ ബൈത്തിന് അല്ലില്ല, പക്ഷെ അതിന്റെ വിശേഷണത്തിന് എന്തുണ്ട്, അല്ലുണ്ട്, അൽ ജദീദു എന്നാണ്. അപ്പൊ ബൈത്തിന് അല്ലില്ലാത്തതിന്റെ കാരണം എന്താണ്, ബൈത്ത് മുലാഫാണ്. മുലാഫ് എന്താണ്, സ്ഥാനം കൊണ്ട് എന്താണ്, ഡെഫിനിറ്റ് ആണ്, സ്പെസിഫൈഡ് ആണ്, മാരിഫ ആണ്. അതുകൊണ്ടാണ് എന്തില്ലാത്ത, അല്ലില്ലാത്തത്. സ്ഥാനം കൊണ്ട് ഡെഫിനിറ്റ് ആണ്. അപ്പൊ അതിനെന്തുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ നാമവിശേഷണത്തിന് എന്ത് വന്നത്, അല്ല് വന്നത്. അപ്പൊ ഈ നാമത്തിനൊന്നും എന്തുണ്ടാവില്ല, ഇത് അനറബി നാമങ്ങൾ ആയതുകൊണ്ടാണ് എന്തുണ്ടാവാത്തത്, തെൻവീന് ഉണ്ടാവാത്തത്. അപ്പൊ ഈ നാമങ്ങൾ ഒന്നും എന്ത് ചെയ്യില്ല, കസ്റ് കൊടുക്കൂല. കസ്റ് എന്തുകൊണ്ടാ ചെയ്യല്, ഫത്ഹത്ത് കൊണ്ടാണ് കസ്റ് ചെയ്യല്. ഇനി 6ാമത്തെ ആക്ടിവിറ്റി, ഇഖ്റാഇൽ മിസാല. താഴെ ഉദാഹരണം വായിക്കും. സുമ്മ ഹബിൽ ജുംല ആത്തി മിസ്ല. എന്നിട്ട് ഉദാഹരണത്തിൽ കാണുന്നത് പോലെ സെന്റൻസ് മാറ്റി എഴുതുക. അൻത ദഹബ്ത ഇലൽ മദ്രസത്തി. നീ എന്ത് ചെയ്ത്, മദ്രസയിലേക്ക് പോയി. അപ്പൊ അതെന്താ, ഇവിടെ എന്താ, ദഹബ എന്നുള്ള ഈ റെഡ് കളർ കൊടുത്തത് എന്താക്കിയതാണ്, ആക്കിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് മുമ്പുള്ളത് എന്താണ്, ആവണം, ബഹുവചനം. അപ്പൊ ഇനി ഇതുപോലെ അതിന്റെ അടിയിലുള്ള സെന്റൻസ് വായിച്ചോളി. അൻതും ഹറജത്തും. അൻത ഖറജത മിനൽ ഫസ്ലി. അൻതും ഹറജത്തും. ആക്കി പറയുമ്പോ അൻതും ഹറജ്തും ഖറജതും മിനൽ ഫസ്ലി.
ഉം. നിങ്ങൾ ഏത് ക്ലാസ്സിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സെന്റൻസ് أنت جلست في الفصل أنتم جلستم في الفصل നിങ്ങൾ എന്ത് ചെയ്തു ക്ലാസ്സിൽ ഇരുന്നു. ഇരുന്നു. ഇനി അയിന അടുത്ത أين ذهبت يا أخي അയിന ദഹബത്തും യാ അഖി. أين ذهبتم അല്ല യാ يا ഇഖ്വാനി. യാ ഹിവാനി നാട്ടോ യാ ഹിനല്ല അവിടെ ആക്കണം. أين ذهبتم إخواني അല്ലേ? യാ ഹിവാനി അതും plural യാ അല്ലേ? ഇഖ്വാനി ലിമാദാ എന്റെ ഖറജ്തും സഹോദരങ്ങളെ. മിനൽ ഫസ്ലി യാ ഔലാദ്. യാ ഔലാദ് എന്തിനാണ് നിങ്ങൾ പുറപ്പെട്ടത്? മിനൽ ഫസ്ലി ലിമാദാ ക്ലാസ്സിൽ ഖറജ്തും മിനൽ ഫസ്ലി ആൺകുട്ടികളെ ഔലാദ്. പറഞ്ഞാല് എന്തിനു വേണ്ടി? ലി മാത എന്തിനു വേണ്ടി. മാത പറഞ്ഞ എന്തിന്. ലി മാത പറഞ്ഞാല് ഫോർവാർഡ് എന്തിനു വേണ്ടി. ഹറസ്തും നിങ്ങൾ പുറപ്പെട്ടത്. മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്ന്. യാ ഔലാദോ ആൺകുട്ടികളെ. അപ്പൊ ഇവിടെ ഇതാ നേരത്തെ പഠിച്ച ഹഫീദുൻ ജമ്മ് ഹഫദത്ത്, കുല്ലിയത്തുൻ ജമ്മ് കുല്ലിയാത്ത്, അഹുൻ ജമ്മ് ഇഹ്വത്തുൻ ഇഹ്വാനു, ബലദുൻ ജമ്മ് ബിലാദ്, ബലദുൻ പറഞ്ഞ നാട്, ബിലാദുൻ പറഞ്ഞ നാടുകൾ, നസ്രാണിയൻ ക്രിസ്ത്യൻ, നസാറ പറഞ്ഞ ക്രിസ്ത്യൻസ്. ഇനി ഡൗട്ട് ഉള്ളവര് ചോദിച്ചോളൂ. ഇനി നേരില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. എന്നാ നിർത്തല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله.